നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉറപ്പായും ആശ്വാസമേകും. കാരണം ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയെ ആസ്പദമാക്കിക്കൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ചിന്തകളും അങ്ങനെ മുഴുവനുമായിട്ടുള്ള ഊർജമാണ് നമ്മൾ ഇന്ന് വിലയിരുത്താൻ പോകുന്നത്. ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നിൽക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രപഞ്ചശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവത്തെ നിങ്ങളുടെ ചിന്തകളിൽ വരുത്തിക്കൊണ്ട് ഉറപ്പായും ഈ വായന കാണുക. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെയധികം സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉള്ള, ആത്മീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ദൈവികമായിട്ടുള്ള ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണുവാനായി സാധിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ ബന്ധത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമില്ലാത്തത്, അല്ലെങ്കിൽ ഈ ബന്ധം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. യാതൊരു കാരണവശാലും നിങ്ങളുടെ കൈകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൈകളിൽ നിന്നോ ഈ ബന്ധം പോവുകയില്ല. ഈ ബന്ധത്തെ അങ്ങനെ തകർത്ത് കളയാൻ സാധിക്കുകയുമില്ല. കാരണം ഇത് മാലാഖമാർ അത്രയും അധികം സംരക്ഷിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രണയബന്ധത്തിലൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉടനീളമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നുമൊക്കെ മുക്തി നേടാനായി നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തിന്റെ പ്രാധാന്യം. ഇവിടെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുവാനും മുന്നോട്ട് വളരെ ആത്മപ്രശംസയോടുകൂടി പോകുവാനുമൊക്കെ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ബന്ധത്തിലൂടെ മാത്രമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ദൈവം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ രക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തി. നിങ്ങളെ തീർത്തും ഒരു ദൈവതുല്യമായിട്ടാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത്. ജീവിതം വഴിമുട്ടിപ്പോയി, പാതി വഴിയിൽ ഇനി ഉപേക്ഷിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ അതേ ഉള്ളൂ ഇനിയൊരു വഴി എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി ഉറപ്പായും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ യാദൃശികമായി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയത് തന്നെയായിരുന്നു. ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒരു പുരുഷനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ടോ കേവലം തന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുമെന്നും തന്റെ ജീവിതം പച്ച പിടിച്ച ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും എന്നുള്ള സത്യം. പക്ഷെ നിങ്ങളിലൂടെ ഈ വ്യക്തി അത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജമാണ് നിങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് എടുത്തു നോക്കിയാലും ഏത് ഊണിലും ഉറക്കത്തിലുമാണെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തിയുടെ ഓർമ്മകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യക്തികളുമായി ഈ വ്യക്തിക്ക് ബന്ധമുണ്ട്. അതായത് സൗഹൃദമായിട്ടും ഒരുമിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുമായിട്ടും കുടുംബാംഗങ്ങളായിട്ടും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതം ഏതോ ഒരു സാഹചര്യത്തിൽ വഴിമുട്ടിപ്പോയപ്പോൾ ഈ വ്യക്തിയെ നല്ല വഴി പറഞ്ഞു കൊടുക്കാനോ ആശ്വസിപ്പിക്കാനോ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സഹായിക്കുവാനോ ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയുമാണ് ഏറെ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നാകട്ടെ ഈ വ്യക്തി വളരെയധികം ആത്മവിശ്വാസത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ആത്മപ്രശംസയോട് കൂടിയുള്ള സംസാരമാണ്. നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്, റോൾ മോഡലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായാൽ പോലും ഈ വ്യക്തി അതെല്ലാം ക്ഷമിക്കും. കാരണം ഈ വ്യക്തിയുടെ ഓരോ തെറ്റുകളും എടുത്തുചാട്ടങ്ങളും എല്ലാം തന്നെ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ക്ഷമിച്ചുകൊണ്ടാണ് അത് പരിഹരിച്ച് ഈ വ്യക്തിക്ക് നല്ല വഴി പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത്.
ഈ വ്യക്തിക്ക് ബാല്യകാലം മുതൽ തൊട്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും പലതരത്തിലുള്ള മാനസിക മുറിവുകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരുപാട് സമ്മാനമായി ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് വേദനകളും യാതനകളും മാത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ വ്യക്തി പരാജയപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അത് സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും ലാളനയുടെയും ഒക്കെ മുന്നിലാണ് ഈ വ്യക്തി തകർത്തെറിയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ പോലും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിലേക്ക് വന്നു ചേർന്നതോടു കൂടിയാണ് ഈ വ്യക്തിക്ക് അത്രയും ഒരു ആകർഷണവും സംരക്ഷണവും വന്നു ചേർന്നിട്ടുള്ളത്. ഈ വ്യക്തി സത്യത്തിൽ കുപ്പയിൽ കിടന്ന മാണിക്യം തന്നെയായിരുന്നു. ആ മാണിക്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ പോളിഷ് ചെയ്തുകൊണ്ട് കൂടുതൽ തിളങ്ങുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ഇന്നും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മിണ്ടാതിരിക്കുന്ന സാഹചര്യം, പിണങ്ങിയിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഈ വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല. കാരണം അത്രയും യാഥാർത്ഥ്യമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിലോ ഒക്കെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ പെരുമാറിയെന്ന് വരാം. പക്ഷെ ഭൂതകാലത്തിൽ നിന്നും ഇപ്പോൾ ഉള്ള പ്രസന്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം തന്നെയാണ്. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയുടെ ഊർജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്ഥിരോത്സാഹവും നിലനിൽപ്പും മുന്നോട്ട് പോകാനുള്ള ഊർജവും പദ്ധതികൾ ഉണ്ടാക്കുവാനും അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനുമൊക്കെ സഹായിക്കുന്ന മാലാഖയാണ് ഗബ്രിയേൽ മാലാഖ. ഒരുപക്ഷെ നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും ഈ മാലാഖയെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ദൈവങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ പ്രീതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ഈ വ്യക്തി വളരെയധികം സന്തോഷത്തിലാണ് പോകുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് പോയാൽ പോലും ഈ വ്യക്തിയുടെ മനസ്സ് പറയുന്നത്, അത് ഏത് ഉറക്കത്തിലും പറയുന്നത്, ഞാൻ കൃത്യമായ പാതയിൽ തന്നെയാണ്, ഞാൻ നിന്നിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നീയാണ് എൻ്റെ കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് എനിക്കൊരിക്കലും എവിടെയും തെറ്റുകൾ സംഭവിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷ വെച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവിടെ യാഥാർത്ഥ്യമാക്കി തീർത്തത് നീ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി ഒരുപക്ഷെ മറ്റാരെങ്കിലും നന്നായി സ്നേഹിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കാം അധിക കാലവും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എപ്പോഴൊക്കെയോ കാലക്രമേണ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും മേടിച്ചെടുത്തുകൊണ്ട് മറ്റുള്ളവർ ഈ വ്യക്തിയെ പുറംതള്ളപ്പെടുത്തി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തള്ളിക്കളഞ്ഞു, പുറങ്കാൽ കൊണ്ട് അടിച്ചിട്ടു. പക്ഷേ ഈ വ്യക്തി അതിൽ തളർന്നു പോയിരുന്നു. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ വ്യക്തി വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വ്യക്തികൾ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഒക്കെയായി ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട്, ഇത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി, ദീർഘകാല ആയുസ് ലഭിക്കാൻ വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കുന്നവരെ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് 100% പ്രീതി ലഭിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചശക്തി തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ തന്നെയാണ്. പൂർവകാല ജന്മം പോലെ ഏതോ ഒരു ജന്മത്തിൽ ഇതിലേതോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ആത്മാവ് ഒന്നിക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടി ഒരുമിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിത്വത്തിനുടമയാണ്. ഇതൊരു പക്ഷെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും കാണുന്ന വ്യക്തികളാണെങ്കിൽ പോലും എപ്പോഴും കാണാൻ പറ്റാത്ത അവസ്ഥയും എനിക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ദൂരെ ആയതുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ടാകാം സംസാരിക്കുവാനൊക്കെ വേണ്ടിയിട്ട്. എങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഓരോ ദിവസവും കഴിയും തോറും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ധാരാളം കഴിവുകളുള്ള വ്യക്തികളായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ കഴിവുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കഴിവുകളിലൂടെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്. ഒരേ പാഷനോട് കൂടിയും ഇഷ്ടത്തോടു കൂടിയും മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഭൂതകാലവും ഭാവിയും എല്ലാം കളഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ജീവിക്കാനായി നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്നു. എന്തു തന്നെയായാലും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് സ്വർഗതുല്യമാണ്. ഇവിടെ മാലാഖമാരുണ്ട്. നിങ്ങൾ എപ്പോഴും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. ഓരോ തരത്തിലുള്ള അത്ഭുതമാണ് ഓരോ പ്രാവശ്യവും ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാലാഖമാര്, ദൈവം എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഊർജങ്ങളും ഈ പ്രണയബന്ധത്തിലുണ്ട്. സന്തോഷവും അതുപോലെ ജന്മലക്ഷ്യത്തിൽ ഒന്നായുമാണ് ഈ പ്രണയബന്ധത്തെ ഈ വ്യക്തി കണക്കാക്കുന്നത്. അതുമാത്രമല്ല, കൃത്യമായ പാതയിൽ പിന്തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടി, ഇവിടെ വഴി കാണിക്കുവാൻ വേണ്ടി സ്പിരിച്വൽ എനർജികളും ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് വളരെ ദൈവികതയാണ് ഈ വ്യക്തി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് നമ്മൾ എത്രമാത്രം പോയാലും അവിടെ നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും കുറിച്ചുള്ള പ്രശംസ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഉറപ്പായും ആശ്വാസമേകിയെന്നും സന്തോഷം നൽകിയെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.